വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. നമ്മൾ PSG നുനോ മെൻഡസ് ആയിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. ഇതൊരു ഏജ് ഓൾഡ് ഗ്ലേസർ ടാക്ടിക്സ് ആണ്. പണ്ടൊക്കെ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ്. നമ്മളെപ്പോഴൊക്കെ ബാഡ് റിസൾട്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ബാഡ് റിസൾട്ടുകളൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടനടി ഒരു പ്ലെയറായിട്ട് ലിങ്ക് ആകും. അപ്പോൾ അങ്ങനെ ബാഡ് റിസൾട്ടിനെ പറ്റിയൊക്കെ മറക്കും. അതിന് ശേഷം പ്ലെയേഴ്സിനെ അല്ലെങ്കിൽ ആ ട്രാൻസ്ഫറിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ഇത് നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നുനോ മെൻഡസ് ആയിട്ട് ലിങ്ക് വന്നു. അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള ഫെബ്രീസ് ഹോക്കിൻസ് ആണ് ഈ ലിങ്ക് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഫ്രാൻസിലുള്ള ജേർണലിസ്റ്റാണ്. സോ നുനോ മെൻഡസ് അദ്ദേഹം സ്പോർട്ടിംഗ് ലിസ്ബണിൽ കളിച്ചുകൊണ്ടിരുന്നൊരു പ്ലെയർ. അതിന് ശേഷം PSG പോയി. ഇപ്പോൾ 22 വയസ്സ്, 6 അടുത്ത് പൊക്കമുണ്ട്. ലെഫ്റ്റ് ബാക്കാണ്, ലെഫ്റ്റ് സൈഡ് പ്ലെയറാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു കാറ്റഗറിയിലുള്ള പ്ലെയറാണ്. ഇപ്പോൾ നുനോ മെൻഡസിൻ്റെ കളി ഈ അടുത്തങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നോപ്പ് എന്ന് ഞാൻ പറയുള്ളൂ. അടുത്ത് കണ്ടത് PSG വേഴ്സസ് ആ ഒരു ഡോട്ട്മണ്ടായിട്ടുള്ള മത്സരമായിരുന്നു. അപ്പോൾ അന്ന് നുനോ മെൻഡസിനെ ഇട്ട് പൊരിച്ചത് സാൻജോയാണ്. പക്ഷെ അങ്ങനെ ആ കളിയിൽ കണ്ട പോലെയല്ല. നുനോ മെൻഡസ് ആക്ച്വലി നല്ല പ്ലെയർ ആണെന്നുള്ള അഭിപ്രായമാണ് പൊതുവെ പറയുന്നത്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി അല്ലെങ്കിൽ മെട്രിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രോഗ്രസീവ് ക്യാരീസ്, പ്രോഗ്രസീവ് പാസ്, സക്സസ്ഫുൾ ടേക്ക് ഓൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നോക്കി കഴിയുമ്പോൾ ആൾ അത്യാവശ്യം നല്ല രീതിയിൽ കാണുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് പറയുന്നത് ഇഞ്ചുറി റെക്കോർഡാണ്. റീസെൻ്റ്ലി ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞ സീസണിൽ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഏതാണ്ട് 250 മത്സരങ്ങളൊക്കെ ഹാംസ്ട്രിങ് ഇഞ്ചുറി കാരണം പുറത്തു പോയി. ഹാംസ്ട്രിങ് ഇഞ്ചുറി ഈസ് പ്രശ്നമുള്ള ഒരു ഇഞ്ചുറിയാണ്. കാരണം അത് വീണ്ടും വീണ്ടും വരാം. റീസ് ജെയിംസ്, ഡെംബലെ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാംസ്ട്രിങ് ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വിഷയമാണ്. എന്തായാലും ഈ ഒരു ട്രാൻസ്ഫർ ലിങ്ക് ഇപ്പോൾ 2026 വരെ അവന് കോൺട്രാക്റ്റ് ഉണ്ട് PSG. ഇനിയിപ്പോൾ ഇവന് PSG വിട്ട് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് റിപ്പോർട്ട് വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി ജനുവരിയിൽ മേടിക്കുമല്ലോ എന്നൊക്കെ ഉള്ളതാണ് ഒരു ചോദ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അത് വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടെൻഹാഗിൻ്റെ അണ്ടറിൽ അയാക്സ് 2.0 ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. ഇവിടെ ഇനിയിപ്പോൾ ലിസ്ബൺ 2.0 ഉണ്ടാക്കാനുള്ള ശ്രമമാണോ എന്നുള്ളതാണ് സംശയം. ഈ എക്സ് പ്ലെയേഴ്സിന് അല്ലെങ്കിൽ മാനേജറായിട്ട് ലിങ്ക് ഇല്ലാത്ത ഏതെങ്കിലും പ്ലെയേഴ്സിനെയൊക്കെ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റില്ലേ, സ്കൗട്ട് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ എത്രത്തോളം ഈ ലിങ്കിൽ സത്യം ഉണ്ടെന്നുള്ള ഉള്ള കാര്യം പോലും അറിയില്ല. കാരണം ഇത് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡിസ്ട്രാക്ഷൻ ടാക്ടിക്സ് ആയിരിക്കാം. അപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പൈസ ഇല്ല, മേടിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ പാരലലി വരുന്ന വാർത്തകൾ PSR പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും റിസൾട്ടുകൾ ഇമ്പ്രൂവ് ആവണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലെയർ വരേണ്ടി വരും. ആ കാര്യം എല്ലാവർക്കും അറിയാവുന്ന, പകൽ പോലെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ എന്തായാലും ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ആൻഡി മിട്ടൺ റാഷ്ഫോർഡിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻഡി മിട്ടൺ യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ വളരെയധികം റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റാണ്, ഇൻറ്റേർണൽ കണക്ഷൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് റാഷ്ഫോർഡിനെ ഇപ്പോൾ ഒഴിവാക്കാൻ തീരുമാനിച്ചൊരു കാര്യം അത് റൂബൻ അമോറിമിൻ്റെ തീരുമാനമാണ്, അല്ലാതെ ബോർഡിൽ നിന്നും വരുന്ന തീരുമാനമൊന്നുമല്ല. അപ്പോൾ റാഷ്ഫോർഡിന് മുൻ മാനേജേഴ്സൊക്കെ ആയിട്ട് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ആൻഡി മിട്ടൺ പറയുന്നുണ്ട്. അപ്പോൾ അവരായിട്ട് പേഴ്സണലിയൊക്കെ മാനേജേഴ്സായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് റാഷ്ഫോർഡിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ ഈ PR കാണിക്കുന്ന പോലെയൊന്നുമല്ല, അവൻ ആക്ച്വലി കുറച്ച് പ്രശ്നക്കാരനാണ് എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം. ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും റൂബൻ അമോറിം ജോസയായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും ബിഫോർ ജോയിനിങ് ദ ക്ലബ്. അപ്പോൾ അന്നേരം ജോസെ പറഞ്ഞിട്ടുണ്ടാവും, റാഷ്ഫോർഡിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അതിൽ നിന്നും ചിലപ്പോൾ റൂബൻ അമോറിം അനാലിസിസ് ചെയ്ത് മനസ്സിലാക്കിയതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം റാഷ്ഫോർഡിനെ പെട്ടെന്ന് തന്നെ ടീമിൽ നിന്നും മാറ്റി നിർത്തുന്നത്. സോ അപ്പോൾ റാഷ്ഫോർഡ് ആയിരിക്കും മിക്കവാറും ക്ലബിൽ നിന്നും ആദ്യം പോകാൻ പോകുന്ന പ്ലെയർ. അതിൽ ഈ വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ മിക്കവാറും അവൻ പുറത്തേക്ക് പോകുന്നുള്ളതാണ് തോന്നുന്നൊരു കാര്യം. സോ വാട്ട് ഡു യു ഗൈസ് തിങ്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.